ഇതുപോലെ ഒരു പേപ്പർ നമുക്ക് വളരെ ആവശ്യമുള്ളൊരു പേപ്പറാണെന്ന് വിചാരിക്കുക. അതിനകത്ത് കുട്ടികളോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു 2 വര വീഴുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു വൾഗറായിട്ട് എന്തെങ്കിലും ഒരു മഷി കൊണ്ടൊരു സംഭവം ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ, ഇതുപോലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേപ്പർ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് ഫോട്ടോഷോപ്പിൽ മായ്ക്കാൻ പറ്റും. അതിനുള്ള വഴി ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഈ താഴെ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സ് എടുക്കുന്ന ഒരു ഓപ്ഷനുണ്ട്. ക്രിയേറ്റ് ന്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഹ്യൂ സാച്ചുറേഷൻ എന്ന് ഓപ്ഷൻ കാണാം. അതായത് വൈബ്രൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നുണ്ടോ, അതിന് താഴെയായിട്ട് ഹ്യൂ സാച്ചുറേഷൻ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു വിൻഡോ നിങ്ങൾക്ക് അവിടെ ഓപ്പൺ ആയിട്ട് വരും. ആ വിൻഡോയിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കൈയുടെ പടം കാണാൻ പറ്റും. കണ്ടോ, ഒരു കൈ കൊടുത്തിട്ട് 2 മൗസിൻ്റെ ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിരിക്കുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് കളറാണോ, എന്താണ് ഇവിടെ നിന്ന് മാറ്റാനുള്ളത്, അതിൻ്റെ ഒരു കളർ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്തെടുക്കുക. കളറൊന്ന് പിക്ക് ചെയ്തു. കളർ പിക്ക് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ചേഞ്ചസ് കാണാം. കണ്ടോ, ഏതൊക്കെ കളറാണ് ഈ ഗ്രാഫിലുള്ള ഏതൊക്കെ കളറാണ് നമ്മൾ പിക്ക് ചെയ്തതിലുള്ളതെന്നുള്ളത് ഇവിടെ സെലക്ഷൻ ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ സാച്ചുറേഷൻ, ഹ്യൂ സാച്ചുറേഷൻ, ലൈറ്റ്നെസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ സാച്ചുറേഷൻ നിങ്ങൾ ഇങ്ങനെ കുറച്ച് കൊടുക്കുക. കുറച്ചെന്നല്ല, ഫുള്ള് കട്ട് ചെയ്യുക. സാച്ചുറേഷൻ ഫുള്ള് അങ്ങ് കട്ട് ചെയ്യുക. എന്നിട്ട് ലൈറ്റ്നെസ് എന്നുള്ളതിൽ അതൊന്ന് വലതോട്ട് പതുക്കെ പിടിച്ചു കൊടുക്കുക. നോക്കുക, നിങ്ങളുടെ പേപ്പറിൻ്റെ അതേ കളർ ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുക്കുക. ഒരുപാടാക്കിയാൽ കണ്ടോ അത് ലൈനായിട്ട് തോന്നും. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ആ ഒരു പേപ്പറിൻ്റെ കളർ ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് നിർത്തുക. ഇത് ബാക്ക് അടിക്കുക. ഇപ്പം നിങ്ങൾക്ക് കണ്ടാലറിയാം, ദേ കണ്ടോ ആ ഒരു സംഭവം മാറ്റുന്നുണ്ട്. അത് കിടന്നതിൻ്റെ ചെറിയൊരു പാട് കിടപ്പുണ്ട്. പക്ഷേ അത് ഒറിജിനൽ പേനയിട്ട്, ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതിൽ വരച്ചതാണ്. ഒറിജിനൽ പേനയുടെ അല്ലെങ്കിൽ ഒരു സീലിൻ്റെയൊക്കെ മഷിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കിടിലായിട്ട് അത് അപ്പോൾ തന്നെ റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ട്രിക്കാണ്. ഇതേ നിങ്ങൾ മായ്ച്ച ആ ഒരു സെക്ഷൻ ഇവിടെ കിടപ്പുണ്ട്. അത് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ കാണാം, ആ ഒരു മാർക്ക് അവിടെ തന്നെ കിടപ്പുണ്ട്. അതിൻ്റെ കളറ് നിങ്ങൾ ഡീസാച്ചുറേഷൻ ചെയ്തിട്ട് അതിൻ്റെ ലൈറ്റ്നെസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ പേപ്പറുമായിട്ട് അത് അങ്ങ് മെർജ് ആയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് സേവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. Ctrl+S അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സേവ് ചെയ്യാം. അതിന് സേവ് ഓൺ യുവർ കമ്പ്യൂട്ടർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കാണിച്ചു കൊടുത്തിട്ട് ഇവിടെ സേവ് ആസ് ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാം. JPEG ആണ് നോർമലായിട്ട് നമ്മൾ സേവ് ചെയ്യുന്ന ഫോർമാറ്റ്. PDF ആയിട്ട് നിങ്ങൾക്ക് ഇത് ഇവിടെ നിന്ന് തന്നെ സേവ് ചെയ്യാനായിട്ട് പറ്റും. കേട്ടോ, ഇവിടെ ഫോട്ടോഷോപ്പ് PDF എന്ന് കൊടുത്തിട്ടുണ്ട്. അത് സേവ് ചെയ്ത് വേണമെങ്കിലും സേവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രിക്കാണ്. ഉപയോഗപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.